ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിട്ട് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലുള്ള റെയിൽവേ മ്യൂസിയത്തിലാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളോട്ട് കയറാണ്. ടിക്കറ്റ് ചാർജായി വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. ഉള്ളിലെത്തിയത് നമുക്ക് ആദ്യം കാണുക വിവിധ തരം റെയിൽപാളങ്ങളുടെ മോഡലുകളാണ്. മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ്, നേരോ ഗേജ് എന്നീ റെയിൽപാളങ്ങളുടെ മോഡലുകൾ. സിഗ്നൽ പോസ്റ്റുകളെ നിയന്ത്രിക്കുന്ന മാനുവൽ കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ കാണാൻ കഴിയുക. റെയിൽപാളങ്ങളുടെ മോഡലൊക്കെ കണ്ട് നമ്മൾ ഉള്ളോട്ട് എത്തിയാൽ ഇവിടെ കാണാൻ കഴിയുക സ്റ്റീം എഞ്ചിനാണ്. 1963 ടാറ്റയാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചത്. ഈ എഞ്ചിന് 700 HP പവറാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 75 km/h ആണ്. ഇവിടെ കാണാൻ കഴിയുക എഞ്ചിന്റെ ഭാഗങ്ങളെയാണ്. 1963 മുതൽ 1993 വരെയാണ് ഈ എഞ്ചിൻ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചത്. റെയിൽ ബസ്, പാളത്തിലോടുന്ന ബസ്. ബസിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു ട്രെയിനാണിത്. 1930 BEML എന്ന കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. വെറും 2 കോച്ചുകൾ മാത്രമാണ് ഈ ട്രെയിനിന് ഉണ്ടായിരുന്നത്. ബസ്സിലെ പോലെയുള്ള സീറ്റിംഗ് ആണ് ഇവിടെയും ഉള്ളത്. ഈ കാണുന്ന ബിൽഡിങ്ങിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അടിപൊളി ഒരു കോച്ചുണ്ട്, മഹാറാണി സലൂൺ. 1899 നിർമ്മിച്ച ഈ കോച്ച് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണവാഡിയ രാജാവിൻ്റെ പത്നിയുടെ ലക്ഷറി കോച്ചായിരുന്നു. ആയിരത്തി 1899 മുതൽ 1914 വരെയാണ് ഇത് ഉപയോഗിച്ചത്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ കോച്ചിൽ കിച്ചൺ, അതുപോലെ തന്നെ റോയൽ ബെഡ്റൂം, ഡ്രസ്സിംഗ് റൂം, ഡൈനിങ് ടേബിൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കോച്ചായിരുന്നു ഇത്. 2 കോച്ച് മാത്രമാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ശരിക്കും റോയൽ ടച്ച് തന്നെയാണ് ഈ കോച്ചിലെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക 1922 കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു എഞ്ചിനാണ്. പലതരം മോഡലുകളുള്ള എഞ്ചിനാണ് ഇവിടെ കാണാൻ കഴിയുക. ആയിരത്തി 1979 ഈ മ്യൂസിയം ആരംഭിച്ചത്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ റെയിൽവേ മ്യൂസിയമാണിത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, ടോയ് ട്രെയിൻ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ നിന്നാണ് ടോയ് ട്രെയിനിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഈ ട്രെയിനിൽ കയറാൻ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ എടുത്ത എൻട്രി ഫീയിൽ ഇത് കൂടി ഇൻക്ലൂഡഡ് ആണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ട്രെയിനാണിത്. ഇതൊരു പഴയ ക്രെയിനാണ്. 1885 കാലഘട്ടത്തിലാണ് ഇത് ഉപയോഗിച്ചത്. മ്യൂസിയത്തിന്റെ ഭാഗമായ ഒരു ചിത്ര ഗ്യാലറിയാണിത്. റെയിൽവേയെക്കുറിച്ചുള്ള നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും.
1913 ഉപയോഗിച്ച ട്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയുക. റെയിൽവേയെക്കുറിച്ചും അതുപോലെ ട്രെയിനുകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ തന്നെ ഈ മ്യൂസിയത്തിൽ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കൃഷ്ണരാജ സാഗർ റോഡിലാണ്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.